ഈശോന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വരങ്ങൾ ഒരു 3 വചനം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. അറിയാവുന്ന 3 വചനങ്ങളാണ്. ഈ വചനം പ്രാർത്ഥിക്കേണ്ട എപ്പോഴാണെന്ന് അറിയാം. പ്രത്യേകിച്ച് നമ്മൾ ഓരോ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കില്ലേ, നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളോ ഭൗതിക കാര്യങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ ഒരു ശക്തി നൽകുന്ന 3 വചനങ്ങൾ ഷെയർ ചെയ്യാൻ പോകണം. ഒന്നാമത്തെ വചനം നോട്ട് ബുക്കിലേക്കൊക്കെ ഒന്ന് എഴുതി വെച്ചേക്കുക. സങ്കീർത്തനം 107 അതിന്റെ 13ാമത്തെ വാക്യം. അപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ രക്ഷിച്ചു. അവരുടെ സഹനങ്ങളിൽ നിന്ന്, ഞെരുക്കങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്നെല്ലാം അവരെ രക്ഷിച്ചു. സങ്കീർത്തനം 107 13 അതൊന്ന് വായിച്ച് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. അതൊരു ഉറപ്പായിട്ട് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഞെരുക്കങ്ങളിൽ, നമ്മുടെ സഹനങ്ങളിൽ, നമ്മുടെ വേദനകളിൽ കർത്താവ് നമ്മളെ രക്ഷിക്കും. 107 സങ്കീർത്തനം 13ാമത്തെ വാക്യം. രണ്ടാമത്തെ ഒരു വചനം നന്നായിട്ട് അറിയാവുന്ന ഒരു വചനമാണ്. പുറപ്പാട് പുസ്തകത്തിലെ 33ാമത്തെ അധ്യായത്തിൽ 17ാമത്തെ വാക്യം. മോശയോട് കർത്താവ് പറയുന്നുണ്ട്, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും നിനക്ക് ഞാൻ സാധിച്ചു തരും. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, നീ എൻ്റെ ഇഷ്ടം, എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. പുറപ്പാട് 33:17. ഓരോ വചനവും ഈ പറയുന്ന ഈ വചനങ്ങൾ, ഇതുപോലത്തെ ആയിരക്കണക്കിന് വചനങ്ങളുണ്ട്. നിങ്ങൾ ഓരോ പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ, നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ വിശ്വാസം ഉള്ളിലുണ്ടാകണം. 107 സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ നിലവിളിക്കുമ്പോൾ കർത്താവ് എന്നെ രക്ഷിക്കും ഈ ഞെരുക്കത്തിൽ നിന്ന്. ആ വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം പുറപ്പാട് 33:17 പറഞ്ഞ പോലെ, മോശയോട് പറഞ്ഞ പോലെ എന്നോടും നിങ്ങളോടും പറയാണ്, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് സാധിച്ചു തരും. എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈശോയുടെ ഇഷ്ടം നിറവേറ്റി ഈശോയുടെ നല്ല മക്കളായിട്ട് ജീവിക്കുമ്പോൾ ഈശോ പറയാണ്, നീ ചോദിക്കുന്ന ഈ കാര്യം ഞാൻ നിനക്ക് തരും. അതൊരു ഉറപ്പ്.